ഈ കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ഞെക്കിപ്പിടിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്. എനിക്ക് ഈ വീഡിയോ ഹൈപ്പ് ചെയ്ത് തരണം. ഹൈപ്പും ചെയ്യണം, ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ആണുങ്ങളോടുള്ള എൻ്റെ ഇഷ്ടക്കൂടുതൽ കാരണം പലപ്പോഴും എൻ്റെ പ്രവൃത്തികൾ അതിരുവിടാറുണ്ട്. വീട്ടിൽ എൻ്റെ റൂമിൽ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് ആണുങ്ങളെ കാണാനും ലൈവ് ചാറ്റ് ചെയ്യുവാനും എനിക്ക് അതൊരു സൗകര്യമായിരുന്നു. എല്ലാ ദിവസവും ഓരോ ആണുങ്ങളുമായി ലൈവ് ചാറ്റ് ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ക്യാമറ ഓൺ ചെയ്യാറില്ല, അതിനുള്ള ധൈര്യം എനിക്കില്ല. പക്ഷേ ആണുങ്ങളോട് ക്യാമറ ഓണാക്കാൻ പറയും. ഞാൻ വോയിസ് ചെയ്യും, അവർ ക്യാം ഓൺ ചെയ്യും. ഒരു ദിവസം ചാറ്റ് ചെയ്യുന്ന ആളിനോട് വീണ്ടും ചാറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല. പുതിയ ആണുങ്ങൾ വരിക, അവരെ നന്നായി കാണുക, അതെനിക്കൊരു ഹരമായിരുന്നു. ഓരോ തവണയും ചാറ്റിന് വരുന്നവരെ ഞാൻ നന്നായി സംസാരിച്ച് എല്ലാം കണ്ടറിയാൻ ശ്രമിക്കും. അങ്ങനെ കാണുന്നത് വഴി ഒരുപാട് പേരെ കണ്ടു എന്നത് എൻ്റെ ഉള്ളിൽ ഒരു ഹരമായിട്ട് കിടക്കും. ഞാൻ പറയുന്നത് പോലെ എല്ലാം അവർ അനുസരിക്കുന്നതുകൊണ്ട് ഓരോ ആണിനോടും ചാറ്റ് ചെയ്യുമ്പോൾ മാക്സിമം സംസാരിച്ചും അവൻ എന്താണെന്ന് എല്ലാം ഞാൻ അറിയും. ഇപ്പോൾ എനിക്ക് ലൈവ് ചാറ്റ് ചെയ്യാതെ ഒരു ദിവസം മുന്നോട്ട് പോവുക എന്നത് പാടാണ്. ഞാൻ അതിൽ ഒരുപാട് ആനന്ദം കണ്ടിരുന്നു. അതില്ല എങ്കിൽ ആ ദിവസം മൂഡ് ഓഫാണ്. ഓഫീസിൽ പോകുന്ന ദിവസം രാവിലെ ഒരാളോടെങ്കിലും ചാറ്റ് ചെയ്യാനായി ഞാൻ ശ്രമിക്കും. അവനെ കണ്ടിട്ട് ഓഫീസിൽ പോകുമ്പോൾ ആ ദിവസം നല്ല എനർജിയാണ് എനിക്ക്. എന്നെ അതിശയിപ്പിച്ച ആണുങ്ങളും കുറച്ച് പേരുണ്ട്. അവരുടെ യൂസർ നെയിം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരോട് ഞാൻ വല്ലപ്പോഴും ചാറ്റ് ചെയ്യും. ചിലരുടെ ക്യാമറ നല്ല ക്വാളിറ്റിയാണ്. അവരുടെ യൂസർ നെയിം ഞാൻ പ്രത്യേകം എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ക്യാമറ ക്വാളിറ്റി കാരണം നല്ല ഡീറ്റെയിലായി കാണാൻ പറ്റും. നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നും. ഇത്രയും ഡീറ്റെയിലായി കാണാൻ നമ്മുടെ നേരിട്ട് പോലും പറ്റില്ല. അത്രയും ക്വാളിറ്റിയുള്ള ക്യാമറയുണ്ട്. ക്യാമറ ക്വാളിറ്റി ഉള്ളവരോട് ചാറ്റ് ചെയ്യുമ്പോൾ ഓരോ മാറ്റവും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ദിവസം എനിക്ക് ജോബ് ഇൻ്റർവ്യൂവിന് വേണ്ടി തൊട്ടടുത്ത ജില്ലയിലോട്ട് പോകേണ്ടി വന്നു. അന്ന് ഇൻ്റർവ്യൂവിന് പോയി തിരിച്ചു വരുവാനായി ഞാൻ അവിടെ ഒരു ബസ് സ്റ്റോപ്പിലിരിക്കുകയായിരുന്നു. ആളൊഴിഞ്ഞ ബസ് സ്റ്റോപ്പാണ്. ദൂരെയായിട്ട് കുറച്ച് കടകളുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു. കുറച്ച് സമയമായിട്ടും ബസ് വരാത്തതിനാൽ ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ഒരാൾ അവിടേക്ക് വന്നത്. കാണാൻ നല്ല മാന്യനാണെന്ന് തോന്നും. ഒരു 28-30 വയസ്സൊക്കെ ഉണ്ടാവും. ഷർട്ട് ചെയ്തിട്ടുണ്ട്. കാണാനും നല്ല ലുക്ക് ഉണ്ടായിരുന്നു. അയാൾ ബസ് സ്റ്റോപ്പിലെ സൈഡ് സീറ്റിലാണ് ഇരുന്നത്. അയാളുടെ കയ്യിൽ ഒരു വലിയ ബാഗുണ്ട്. എൻ്റെ ഇടത് സൈഡാണ് അയാൾ ഇരിക്കുന്നത്. ഞാൻ വെയിറ്റിംഗ് ഷെഡിലെ മുന്നോട്ട് കാണുന്ന സീറ്റിലും അയാൾ സൈഡിലെ സീറ്റിലുമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഇരുന്നപ്പോൾ അയാളുടെ പ്രവൃത്തികൾ ചില വ്യത്യാസങ്ങൾ ഞാൻ കണ്ടു. അയാളുടെ ഇടത് സൈഡിൽ അയാളുടെ ആ വലിയ ബാഗ് വെച്ചിട്ടുണ്ട്. അതിനാൽ അയാളുടെ താഴോട്ട് വെയിറ്റിംഗ് ഷെഡിൻ്റെ പുറത്ത് നിന്നും ആരെങ്കിലും വന്നാലും കാണില്ലായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ അയാളുടെ അവിടെ പാൻറിൽ തൊടുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം അത് കാര്യമാക്കിയില്ല. വീണ്ടും ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ അയാൾ എന്നെ തന്നെ നോക്കുന്നതായി എനിക്ക് മനസ്സിലായി. അയാൾ എന്നെ നോക്കുന്നതിനോടൊപ്പം തൊടുന്നുണ്ടായിരുന്നു. എനിക്ക് കാര്യം മനസ്സിലായി. പുള്ളി എന്നെ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഞാൻ അപ്പോൾ ചിന്തിച്ചു, എനിക്കിഷ്ടമുള്ള കാഴ്ചകൾ എൻ്റെ മുന്നിൽ തന്നെ വരുന്നല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാനും കണ്ണെടുക്കാതെ അയാളെ നോക്കിയിരുന്നു. ഞാൻ ഓക്കെ ആണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ വീണ്ടും തിരിഞ്ഞ് ബസ് വരുന്നോ എന്ന് നോക്കി. കുറച്ച് കഴിഞ്ഞ് എൻ്റെ മനസ്സിലിങ്ങനെ നോക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒന്നുകൂടി നോക്കിയപ്പോൾ ബാഗിൻ്റെ മറവിൽ
ഞാനത് കണ്ടു. ആദ്യം കണ്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായി. കാരണം ഇങ്ങനെയുള്ള ഒരു അനുഭവം ആദ്യമാണ്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞിരുന്നു. ഞാൻ ചിന്തിച്ചു, ഇത്രയും ദൂരമല്ലേ, ഞാനിപ്പോൾ ബസ് വന്ന് കയറിപ്പോകും, പിന്നെ അയാളെ കാണുകയില്ല. ആ ഒരു ചിന്ത വീണ്ടും എന്നെ അങ്ങോട്ട് നോക്കാൻ പ്രേരിപ്പിച്ചു. ഇത്രയും ദൂരെയാണ്, ഇനി ഒരിക്കലും അയാളെ കാണുമെന്നും തോന്നുന്നില്ല. അങ്ങനെ ചിന്തിച്ചപ്പോൾ വീണ്ടും എനിക്ക് അങ്ങോട്ട് നോക്കാൻ തോന്നി. ഞാൻ വീണ്ടും അങ്ങോട്ട് നോക്കി. എൻ്റെ കണ്ണുകൾ അതിലേക്ക് പതിഞ്ഞു. എൻ്റെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ പെട്ടെന്ന് കടന്നുപോയി. എൻ്റെ നോട്ടം കാരണം എനിക്ക് പ്രോബ്ലം ഇല്ലയെന്ന്, ഇതൊക്കെ ഇഷ്ടമാണെന്ന് അയാൾക്ക് മനസ്സിലായി. അത് അയാളുടെ പ്രവൃത്തിയിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിലെ മറ്റൊരു ചിന്ത എന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കി. ഞാൻ ചിന്തിച്ചു, ഇതുവരെ ഞാൻ തൊട്ടറിഞ്ഞിട്ടില്ല, ഇതൊരു അവസരമാണോ? പക്ഷെ അയാൾ എങ്ങനെയുള്ള ആളാണെന്നറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്താൽ എൻ്റെ പുറകെ വരുമോ? അങ്ങനെ ഇരുന്നപ്പോൾ എന്തായാലും പുള്ളിയോട് എന്തെങ്കിലും സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, എവിടെ പോകാനാ? അയാൾ പറഞ്ഞു, ഞാനിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വന്നതാണ്. ഞാൻ ചോദിച്ചു, ഹോസ്പിറ്റൽ എന്താ, സുഖമില്ലേ? അയാൾ, ഏയ് അതല്ല, ഞാനൊരു ഡോക്ടറാണ്. അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഞാൻ ചോദിച്ചു, ഏത് ഹോസ്പിറ്റലാണ്? അയാൾ പറഞ്ഞു, അതെന്തായാലും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി എന്താ പറയാത്തതെന്ന്. അങ്ങനെയൊക്കെയാണല്ലോ ഇരുന്നത്. അയാൾ ആ സമയം മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്ററുണ്ട്. അവളുടെ കല്യാണമൊന്നും നടക്കുന്നില്ല. അവളുടെ കല്യാണം നടക്കാതെ എനിക്കൊരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. കടിച്ചു പിടിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്ക് മനസ്സിലാകും. അത്രയും കേട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി അയാളോട് ഫ്രീ ആയി സംസാരിച്ചു തുടങ്ങി. ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ സ്ഥിരം പരിപാടിയാണോ? അയാൾ പറഞ്ഞു, ഏയ് അല്ല, എൻ്റെ ലൈഫിൽ ഇതാദ്യമാണ്. അതിൻ്റെ വിറയലും എനിക്കുണ്ട്. എൻ്റെ നാട് ഇവിടെയല്ല. ആദ്യം ഞാൻ അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ നിനക്കതൊക്കെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ തുടർന്നത്. എനിക്ക് അയാളോട് അടുപ്പം കൂടി വന്നു. ആൾ അത്ര അപകടകാരൻ അല്ല എന്നെനിക്ക് മനസ്സിലായി. ഇനി അഥവാ എൻ്റെ പുറകെ വന്നാലും ഒരു ഡോക്ടറാണല്ലോ, അതും നല്ലതാ. എന്തായാലും എനിക്ക് കിട്ടിയ അവസരം ഞാൻ മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ അയാളോട് ചോദിച്ചു, താൻ ഓക്കെ ആണെങ്കിൽ തൻ്റെ ആഗ്രഹം ഞാൻ ഇപ്പോൾ സാധിച്ചു തരാം. അയാൾ പറഞ്ഞു, എങ്ങനെ? അതൊക്കെ ഉണ്ട്. ആരും തൊട്ടിട്ടില്ല എന്ന പരാതി ഡോക്ടർക്ക് ഇനി ഉണ്ടാകില്ല. പക്ഷേ പിന്നെ എന്നെ കോണ്ടാക്ട് ഒന്നും ചെയ്യരുത്. അയാൾ പറഞ്ഞു, ഓക്കെ, എനിക്ക് മനസ്സിലായി. ഉറപ്പായിട്ടും ഞാൻ ഒരിക്കലും പുറകെ വരില്ല. ഇവിടുന്ന് പോകുന്നതോടെ നമ്മളിനി ഒരിക്കലും കാണില്ല. ഞാൻ പറഞ്ഞു, എന്നാ ഓക്കെ, ഞാൻ റെഡി. ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് നീങ്ങിയിരുന്നു. പുള്ളിയോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് എൻ്റെ കൈ ആദ്യമായി അതെന്താണെന്നറിഞ്ഞു. അതൊരു വല്ലാത്ത അനുഭവത്തിലോട്ട് എന്നെ എത്തിച്ചു. പല സങ്കല്പങ്ങളും ചിന്തകളും ആ സമയം പൂർത്തീകരണമായിരുന്നു. എല്ലാം അനുഭവിച്ചറിഞ്ഞു. അവസാനം അയാൾ പറഞ്ഞു, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു പെണ്ണിന് ഇത്രയും ഇഷ്ടമുണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അതൊരുപാട് ഇഷ്ടമാണ്. ഇന്നെൻ്റെ ലൈഫിലെ ഒരു പ്രത്യേക ദിവസമാണ്. ആദ്യമായി ഒരാളെ അറിയുന്നു. അയാൾ ചോദിച്ചു, ഇഷ്ടമായോ? ഞാൻ പറഞ്ഞു, ഒരുപാട് ഇഷ്ടമായി. പുള്ളി ഉടനെ എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് തന്നിട്ട് പറഞ്ഞു, നിനക്ക് എപ്പോഴെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് തോന്നിയാൽ എന്നെ വിളിക്കൂ. ഞാനായിട്ടൊരിക്കലും തന്നെ കോണ്ടാക്ട് ചെയ്യില്ല, അത് ഞാൻ തന്ന വാക്കാണ്. ഞാൻ വിസിറ്റിംഗ് കാർഡ് വാങ്ങിച്ചു. അപ്പോഴേക്ക് ഒരു ബസ് വന്നു. എനിക്ക് പോകേണ്ട ബസ് ഇതാണ്. അയാൾ ബസ്സിൽ കയറി പോയി. സത്യം പറയാമല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ലൈവ് ചാറ്റ് ചെയ്യുന്നത് കൊണ്ട് നല്ലതും ചീത്തയും എല്ലാം നന്നായി എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിന് 100 മാർക്ക് കൊടുക്കേണ്ടി വരുന്നു. ഞാൻ എൻ്റെ കൈകളിലേക്ക് നോക്കി. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എൻ്റെ കൈകൾക്ക് അതിൻ്റേതായൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. എൻ്റെ കൈകളിൽ നിന്ന് അതിൻ്റെ ബാക്കി പലതും ഉള്ളതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ കൈകളിൽ
അതിൻ്റെ ഓർമ്മകളിങ്ങനെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഒരു ഡോക്ടറായിരുന്നു പുള്ളി. അതിൻ്റെതായ എല്ലാ വൃത്തിയും പുള്ളിക്ക് കാണാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ബസ് വരുന്നോന്ന് നോക്കി. ഒരു ബസ്സും വരുന്നില്ല. ആ സമയം എൻ്റെ മുഖത്ത് എന്തോ വന്നിരുന്നു. ഞാൻ പെട്ടെന്ന് അതിനെ തട്ടി മാറ്റുന്നതിനിടെ എൻ്റെ കൈകളിലെ ആ മണം ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ഹരമുണ്ടാക്കി. കുറേ സമയം കയ്യിൽ നിന്നും ഞാൻ ആ മണം ആസ്വദിച്ചിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പോകേണ്ട ബസ് വന്നു. ഇനി കുറേ ദൂരം യാത്രയുണ്ട്. ബസ്സിൻ്റെ വിൻഡോ സീറ്റിനടുത്ത് ഞാനിരുന്നു. പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ യാത്ര തുടർന്നു. ബസ്സിലിരിക്കുമ്പോൾ എൻ്റെ കൈകളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തുടങ്ങിയിരുന്നു. ഇനി ഇത് പൂർത്തിയാക്കണമെങ്കിൽ ഞാൻ വീടെത്തണം. എൻ്റെ റൂമിൽ ഞാൻ ചെയ്യുന്ന സ്ഥിരം കലാപരിപാടികളിലൂടെ മാത്രമേ ഇതിന് അവസാനമുണ്ടാകുകയുള്ളൂ എന്നെനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ബസ്സിലിരിക്കുന്ന ഓരോ സമയവും എനിക്ക് ആണുങ്ങളോട് വല്ലാത്തൊരിഷ്ടം തോന്നിക്കൊണ്ടിരുന്നു. എൻ്റെ കൈകളിലെ ആ ബാക്കി വെച്ച ഓർമ്മ കൂടി വന്നപ്പോൾ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിൽ ബസ്സിൽ ഇരുന്നു. ബസ് നിർത്തുമ്പോൾ ചിലർ ഷർട്ട് ഇൻസർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൾ അങ്ങോട്ട് പതിച്ചു. അത് പലരും കാണുന്നുണ്ട്. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അന്ന്. എനിക്ക് നോക്കാനായിട്ട് വല്ലാത്തൊരു ആവേശം തോന്നിയിരുന്നു. എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം വേണമെങ്കിൽ എത്രയും വേഗം ഞാൻ എൻ്റെ വീടെത്തണം, എൻ്റെ റൂമിൽ കയറണം, എൻ്റെ കലാപരിപാടികൾ പൂർത്തിയാക്കണം. അങ്ങനെ ബസ്സിലിരുന്ന് കുറേ ദൂരം സഞ്ചരിച്ചു. ബസ് എത്തി. ഞാൻ വീട്ടിലോട്ട് നടന്നു. വീട്ടിലെത്തിയപ്പോൾ കൈ കഴുകാനായിട്ട് എനിക്കൊരു മടി തോന്നി. കൈ കഴുകിയാൽ പിന്നെ ഓർമ്മകൾ ഉണ്ടാകില്ല. കൈ കഴുകാതെ തന്നെ ഞാൻ എൻ്റെ റൂമിലോട്ട് കയറി. അമ്മ ചോദിച്ചു, നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നില്ലേ? നീ എന്തെങ്കിലും കഴിക്കേ? ഞാൻ പറഞ്ഞു, ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് വരാം, എനിക്കൊരു ക്ഷീണം, ഞാനൊന്ന് കിടന്നോട്ടെ. ഞാൻ അങ്ങനെ റൂമിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തു. ഞാൻ എൻ്റെ പതിവ് കലാപരിപാടികൾക്കായി തുടക്കം ഇട്ടു. ആ കലാപരിപാടികൾ എനിക്ക് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ കൈ ഞാൻ മുഖത്ത് ചേർത്ത് വെച്ചുകൊണ്ട് നടത്തിയ എൻ്റെ കലാപരിപാടി ഇതുവരെ ഞാൻ ചെയ്ത കലാപരിപാടികളിൽ വെച്ച് ഏറ്റവും നല്ലൊരു കലാപരിപാടിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അന്ന് രാത്രി എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആദ്യ അനുഭവങ്ങൾ എൻ്റെ ഉറക്കത്തെ കെടുത്തുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു ചിന്ത. അത്രമേൽ എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു. കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ എഴുന്നേറ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. നെറ്റിൽ കുറേ വീഡിയോസ് കണ്ടു. ഞാൻ ചാറ്റ് ചെയ്യണമെന്ന് കരുതി ചാറ്റ് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഒരാൾ ചാറ്റ് ചെയ്യാൻ വന്നു. അയാളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ കാരണമുണ്ട് കേട്ടോ. അയാൾക്ക് ഏജ് കുറവാണ്, 20 വയസ്സെന്നാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് അവനോട് ക്യാം ചാറ്റ് ചെയ്യാൻ തോന്നി. ഈ ഏജുള്ളവരെ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ ക്യാം ഓണായപ്പോൾ ഞാനൊന്ന് ഞെട്ടി. നല്ല സുന്ദരനായ വെളുത്ത ഒരു ചെറുക്കൻ. അവൻ മാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ ക്വാളിറ്റിയും നല്ലതായിരുന്നു. ഞാൻ അവനോട് കുറേ സംസാരിച്ചു. അവനെ കാണുന്തോറും എൻ്റെ ഉള്ളിൽ അവനെ കൂടുതലായി അറിയുവാനുള്ള ആഗ്രഹം കൂടി വന്നു. അവൻ ചോദിച്ചു, ചേച്ചിക്ക് എന്നെ കാണാമോ? ഞാൻ പറഞ്ഞു, അതെ കാണാം. ചേച്ചി ക്യാം ചാറ്റ് ചെയ്യാറില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്യാറില്ല, വോയിസ് മാത്രമേ ചെയ്യാറുള്ളൂ. ചേച്ചിയുടെ ഫേവറേറ്റ് ഡ്രസ്സ് ഏതാ? ഞാൻ പറഞ്ഞു, എനിക്ക് സാരി ഇഷ്ടമാണ്. ഉടുക്കാൻ പാടാണെങ്കിലും ഉടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് നല്ല ഷേപ്പിൽ കിടക്കും. സാരി ഉടുത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സാരി ഉടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊക്കെ ഉടുക്കാം, നല്ല ഷേപ്പിലൊക്കെ ഉടുക്കാൻ പറ്റും. അതേ ചേച്ചി, എനിക്കും സുന്ദരിയായ പെണ്ണുങ്ങൾ സാരി ഉടുത്ത് നിൽക്കുന്നത് കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു, അപ്പോൾ വായിൽ നോട്ടമെല്ലാം ഉണ്ടല്ലേ? പിന്നെ അതൊക്കെ ഒരു രസമല്ലേ? നമ്മൾ നോക്കാൻ വേണ്ടിയല്ലേ അവർ ഇത്രയും കഷ്ടപ്പെട്ട് നന്നായിട്ട് സാരിയൊക്കെ കൊടുത്ത് വരുന്നേ. അപ്പോൾ നമ്മൾ നോക്കാതെ വിടുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ.
നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത എല്ലാവരും നോക്കണം തന്നെയാണ്. അതിനുവേണ്ടി മാക്സിമം നന്നായിട്ട് ഉടുക്കും. ഞാൻ അവനോട് ചോദിച്ചു, നീ പോയിട്ടിരിക്കുന്ന ബർമുഡ സൂപ്പറാണ്, നല്ല ഭംഗിയുണ്ട്. അവൻ ചോദിച്ചു, ചേച്ചിക്ക് ഇഷ്ടമായോ? ഞാൻ പറഞ്ഞു, അതെ, അത് ഞാനങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. നല്ല സോഫ്റ്റ് തുണിയാണെന്ന് തോന്നുന്നു. അതെ ചേച്ചി, നല്ല സോഫ്റ്റാണ്, എലാസ്റ്റിക്കാണ്. ഞാൻ ചോദിച്ചു, വീട്ടിൽ നീ ഇതാണോ ഇടുന്നേ? അതെ ചേച്ചി, ഇതാകുമ്പോൾ ഫിറ്റായി കിടക്കും, ഞാനത് പുറത്തും ഇടാറുണ്ട്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഫിറ്റായിട്ട് കിടക്കുന്നത് പുറത്തിട്ടാൽ പ്രോബ്ലം അല്ലേ? ഇല്ല ചേച്ചി, ഷർട്ട് കൂടെ ഉള്ളതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞു, അതൊക്കെ ഇട്ട് പോകുമ്പോൾ പെണ്ണുങ്ങൾ നിന്നെ പിടിച്ചുകൊണ്ട് പോകാതെ നോക്കിക്കോ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്തിനാ ചേച്ചി പിടിച്ചുകൊണ്ട് പോയിട്ട്? ഞാൻ പറഞ്ഞു, തൻ്റെ വയസ്സിലുള്ള ആണുങ്ങളെ കമ്പനിയാക്കാൻ ആർക്കാ ഇഷ്ടമല്ലാത്തത്? അവൻ ചോദിച്ചു, ചേച്ചിക്ക് എന്നെ ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഇഷ്ടമായി, അതല്ലേ പറഞ്ഞേ, എന്നാ നമുക്ക് നേരിട്ട് കണ്ടാലോ? ഞാൻ പറഞ്ഞു, അതിപ്പോൾ വേണ്ട, എന്തായാലും നിൻ്റെ ID താ, എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്യാം, പറ്റുമെങ്കിൽ നേരിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു, കൂടുതലായിട്ട് അറിഞ്ഞു. അവൻ്റെ പ്രായത്തിൻ്റെ ഭംഗി അവനെ കാണാനും ഉണ്ടായിരുന്നു. നല്ല ഡീറ്റെയിലുള്ള ക്യാമറയായിരുന്നു അവൻ്റെത്. ഈ ക്യാമറയുടെ പ്രത്യേകത, ഹോളുള്ള ഏതെങ്കിലും ഭാഗത്ത് നമ്മളിങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് കാണാൻ പറ്റും. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കാണുന്നത് നല്ല ക്യാമറ ക്വാളിറ്റിയോട് കൂടി കാണാൻ പറ്റിയത് നല്ല രസമാണ്. പിന്നെ ക്യാമറയുടെ വാട്ടർ പ്രൂഫാണ്. ക്യാമറയിലോട്ട് വെള്ളം തെറിക്കുമ്പോൾ ക്യാമറയ്ക്ക് പ്രോബ്ലം ഇല്ല. അതുകൊണ്ടുള്ള നേട്ടം, ക്യാമറയുടെ ഗ്ലാസ്സിൽ തെറിച്ച വെള്ളത്തിൻ്റെ ഡീറ്റെയിൽ നന്നായിട്ട് നമുക്കറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ ഉള്ളിലോട്ടുള്ള ഡീറ്റെയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. എനിക്കങ്ങനെ അവൻ്റെ ക്യാമറയും അവനെയും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവനോട് ബൈ പറഞ്ഞു. വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഏകദേശം 30 മിനിറ്റ് വരെ ഞാൻ അത് തന്നെ കണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കണ്ണിൽ നിന്ന് അതിപ്പോൾ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവൻ്റെ രൂപം തെളിഞ്ഞിടപ്പുണ്ട്. ഒരുപാട് സമയം കണ്ടിരുന്നിട്ടുള്ള പിന്നീടുള്ള സമയം നല്ല എനർജിയാണ്. എനിക്കത് അങ്ങനെ മനസ്സിൽ കിടക്കും. എൻ്റെ ഈ അമിതമായ ഇഷ്ടവുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ഞെക്കിപ്പിടിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്. എനിക്ക് ഈ വീഡിയോ ഹൈപ്പ് ചെയ്ത് തരണം. ഹൈപ്പും ചെയ്യണം, ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നന്നായിട്ട് പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ഞാൻ മുമ്പ് പബ്ലിഷ് ചെയ്ത എൻ്റെ വീഡിയോ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്നായിട്ട് പിടിച്ചിട്ട് വിട്ടു. ഓക്കെ, ബൈ.